കണ്ണൂർ പയ്യന്നൂരിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. കരിവള്ളൂർ സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത്. ഇന്ന് രാവിലെയാണ് വീട്ടമ്മയുടെ സ്വർണം ഇയാൾ കവർന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? വീട്ടമ്മ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മനീഷ, അല്പസമയം മുൻപ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഈ കൃത്യം നടത്തിയ രാജേന്ദ്രനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഇന്ന് രാവിലെ ഈ മോഷണം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ പയ്യന്നൂർ നഗരത്തിൽ ഉപേക്ഷിക്കുകയും പിന്നീട് തൊണ്ടി മുതലായി എടുത്ത ഈ സ്വർണമാലയും ഒപ്പം തന്നെ കമ്മലും കാഞ്ഞങ്ങാട് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മടങ്ങി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, അതായത് ഇയാൾ നേരത്തെ ആസൂത്രണം ചെയ്തത് പ്രകാരമാണ് ഈ മോഷണം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൽ പോലീസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നേരത്തെ തന്നെ ഈ വീട് നോക്കി വെച്ചാണ് ഇത്തരമൊരു മോഷണം നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായിരുന്നു. കാരണം പ്രധാന റോഡിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ മോഷണം നടന്ന സാവിത്രിയുടെ വീട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വന്നു പോയിട്ടുള്ള ആരോ ആണ് മോഷണം നടത്തിയതെന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആ പരിസരത്ത് വന്നു പോയ ആളുകളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി. ആ സമയത്താണ് മാർച്ച് മാസത്തിൽ അവിടെ മരം മുറിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വന്നിരുന്നതായി പോലീസിന് മനസ്സിലായത്. ഇവരെ ഓരോരുത്തരെയും വിളിച്ച് പോലീസ് കാര്യങ്ങൾ തിരക്കുകയും ഇവർ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് രാജേന്ദ്രനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. രാവിലെ സാവിത്രിയുടെ വീട്ടിലേക്ക്, സാവിത്രി ആ സമയത്ത് തനിച്ചാണ് എന്ന് മനസ്സിലാക്കിയ രാജേന്ദ്രൻ വീട്ടിലേക്ക് എത്തുകയും കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്തു. വാതിൽ തുറന്ന് ഉടൻ തന്നെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച ഈ പ്രതി വാതിൽ അടയ്ക്കുകയും കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം താലിമാലയും കാതിലുണ്ടായിരുന്ന കമ്മലും അഴിച്ച് എടുക്കുകയുമായിരുന്നു. പിന്നീട് ഭീഷണിപ്പെടുത്തി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ നീല നിറത്തിലുള്ള ഒരു റെയിൻകോട്ട് ധരിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഈ രക്ഷപ്പെടുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ആളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഈ പ്രധാന റോഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഈ വീട്ടിലേക്ക് എത്തി മോഷണം നടന്നിട്ടുണ്ട് എങ്കിൽ ഈ വീടും പരിസരവും നേരത്തെ നോക്കി മനസ്സിലാക്കി വെച്ച ഒരാളാണ് മോഷണം നടത്തിയതെന്ന സംശയം പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി. അതിന് പിന്നാലെ പോലീസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ പരിസരത്ത് എത്തിയ ആളുകളെ നിരീക്ഷിച്ചതിലൂടെയാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് എത്താൻ സാധിച്ചത്. ശരി, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ്.